ഡെബിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണോ? അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ചെറിയ അക്കൗണ്ടന്റുമാർക്കുള്ള ഒരു ഡൗട്ടാണ് ഡെബിറ്റും ക്രെഡിറ്റും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കും. അപ്പോൾ നമുക്കത് പെർമനൻ്റ് ആയിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ വെച്ചാൽ അതിന് ആദ്യമായിട്ട് 4 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അക്കൗണ്ട്സിലുള്ളവർക്ക് അറിയാം: അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്. അപ്പോൾ അസറ്റ്, നമ്മളെ ഒരു ബിസിനസ് സ്ഥാപനത്തിലൊരു അക്കൗണ്ടൻ്റാണ്. അപ്പോൾ നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു അസറ്റ് വാങ്ങുമ്പം നിങ്ങൾക്ക് എന്താണ്, അസറ്റ് നിങ്ങളേക്ക് വരികയാണ്, അസറ്റ് കൂടാണ്. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ നമ്മൾ അസറ്റിന് എപ്പോഴും എന്ത് ചെയ്യുക, കൂടാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, കുറയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലയബിലിറ്റി. അതേപോലെ ഇൻകം നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യുക, കുറയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അതേപോലെ എക്സ്പെൻസ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എക്സ്പെൻസ് വരിക, ഇൻകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇൻകത്തിന് നേരെ ഓപ്പോസിറ്റ് പറയുമ്പോൾ ഇൻകത്തിന് ഞാൻ കൂടുമ്പം ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യും, അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പം എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസ് കുറക്കാനാണെങ്കിൽ എക്സ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്യും. ഈ ഒരു ഷോർട്ട് ഫോം എപ്പോഴും ഒന്ന് മൈൻഡിൽ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കാൻ പറ്റും.